വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആനി ഫിലിപ്പ്. പ്രധാന വാർത്തകൾ. വിന്റർ ഒളിമ്പിക്സ് സന്ദർശകർ വാൻകൂവറിൽ വൻതോതിൽ പണം ചിലവഴിച്ചതായി റിപ്പോർട്ട്. കാനഡയുടെ ദേശീയ ഗാനത്തിൽ ചെറിയ മാറ്റത്തിന് സാധ്യത. വഞ്ചന കുറ്റത്തിന് ബ്രിട്ടീഷ് കൊളംബിയ മുൻ ആരോഗ്യ സഹമന്ത്രിക്കെതിരെ കേസ്. സ്വന്തം കീശയിൽ നിന്നും ശമ്പളം കൊടുത്ത് നഴ്സുമാരെ നിലനിർത്താൻ തയ്യാറെന്ന് ഡോക്ടർമാർ. ഇന്ത്യൻ വിന്റർ ഒളിമ്പിക് ടീമിന് ഇന്ത്യൻ കൗൺസിലേറ്റിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. വാൻകൂവറിലും ഇസ്രയേലുമായി നടന്ന ശീതകാല ഒളിമ്പിക്സ് ദിവസങ്ങളിൽ സന്ദർശകർ ഗണ്യമായി പണം ചെലവഴിച്ചതായി ക്രെഡിറ്റ് കാർഡ് പ്രോസസിംഗ് കമ്പനിയായ മോണറസ് റിപ്പോർട്ട് ചെയ്തു. മൊത്തം ഉപഭോഗം 48% വർദ്ധിച്ചതായാണ് സൂചന. ഫെബ്രുവരി 12 മുതൽ 28 വരെ നടന്ന ഒളിമ്പിക്സിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ 4 മടങ്ങാണ് സ്മരണീയങ്ങളും കൗതുക വസ്തുക്കളും വിറ്റുപോയത്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ചൈനീസ് സന്ദർശകരാണ്. ശരാശരി ഒരാൾ $423. രണ്ടാം സ്ഥാനം റഷ്യക്കാരും മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡുകാരും നേടി. രാജ്യത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് പ്രോസസിംഗ് കമ്പനിയാണ് മോണറസ്. കാനഡയുടെ ദേശീയ ഗാനത്തിൽ ലിംഗനിരപേക്ഷതയ്ക്ക് വാക്കുകളിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിനോട് ആവശ്യപ്പെടണമെന്ന് ഗവർണർ ജനറൽ നൽകിയ പ്രസംഗത്തിൽ സൂചന. 1908 സ്റ്റാൻലി വെയർ എന്ന കവി എഴുതിയ ഗാനമാണ് ഇപ്പോൾ ദേശീയ ഗാനമായി ആലപിക്കപ്പെടുന്നത്. പുരുഷന്മാർ മാത്രം ഉദ്ദേശിക്കപ്പെടുന്ന ഭാഗം മാറ്റി ഇരു വിഭാഗത്തെയും ഉൾപ്പെടുത്തുമാറ് എല്ലാവരും എന്നാക്കി മാറ്റി എഴുതാനാണ് ആലോചന. 1908 കവി ഈ ഗാനം എഴുതിയപ്പോൾ പുരുഷന്മാരെ പ്രത്യേകം എടുത്തു പറയുന്ന ഭാഗത്തിന് പകരം എല്ലാവരും എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടുണ്ടായ ധാരാളം മാറ്റങ്ങൾപ്പെട്ടാണ് കാനഡയിൽ ആൺമക്കൾ മാത്രം കവിതയിൽ പ്രാധാന്യം നേടിയത്. ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറ്റുന്നതാണ് പരിശുദ്ധ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് ചേരുന്നതെന്ന ചിന്തയാണ് ഈ പുതിയ നീക്കത്തിന് കാരണം. അഴിമതിയുടെ സാർവദേശിക ഉദാഹരണമായി ബ്രിട്ടീഷ് കൊളംബിയയിലെ മുൻ ആരോഗ്യമന്ത്രിക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. തന്റെ അധികാരവും സ്വാധീനതയും ഉപയോഗിച്ച് ഗവൺമെന്റ് കരാറുകൾ അർഹതയില്ലാത്ത കമ്പനിക്ക് മറിച്ചു നൽകി സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനാണ് മുൻ സഹമന്ത്രി റോൺ വാൻഡോർഫിനെതിരെ തട്ടിപ്പിനും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കേസെടുത്തത്. 2007 ബ്രിട്ടീഷ് കൊളംബിയയിലെ ആരോഗ്യരംഗത്ത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രോജക്ട് നിർവഹണം നടത്തിയത് ഇദ്ദേഹമായിരുന്നു. ഒരു ഡോക്ടർ നേതൃത്വം കൊടുക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുമായി രഹസ്യധാരണയുണ്ടാക്കി മൊത്തം ചെലവ് പെരുപ്പിച്ചു കാട്ടിയും കൺസൾട്ടേഷൻ ഇനത്തിൽ അധികം തുക കാണിച്ചും ഗവൺമെന്റിനെ വഞ്ചിച്ചു എന്നാണ് കേസ്. മന്ത്രിക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ 16ഓളം കേസുകളാണ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പൊതു ഖജനാവിൽ പണമില്ലാത്തതിനാൽ ഗവൺമെന്റിന് ശമ്പളം കൊടുക്കുവാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ ഓപ്പറേറ്റിംഗ് റൂമിലെ നഴ്സുമാർക്ക് തങ്ങൾ സ്വന്തം കീശയിൽ നിന്നും ശമ്പളം കൊടുത്ത് കൊള്ളാമെന്ന് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രസ്താവിച്ചു. ആവശ്യത്തിന് നഴ്സുമാരില്ലാതെ ഓപ്പറേഷനുകൾ വൈകുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്. ശമ്പളം കൊടുത്ത് നിലനിർത്തുവാൻ പറ്റാത്തതിനാൽ 3 നഴ്സുമാരെ പിരിച്ചുവിട്ടിരുന്നു. 2010 വാൻകൂവർ ഒളിമ്പിക്സിന്റെ നടത്തിപ്പിന് വേണ്ടി ധനശേഖരണാർത്ഥം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നൽകി വന്നിരുന്ന ധനസഹായം ഗണ്യമായ തോതിൽ ഗവൺമെന്റ് വെട്ടിച്ചുരുക്കിയിരുന്നു. സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പ്രവർത്തിക്കുവാൻ ആവശ്യമായ പണം ഇല്ലാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ വ്യാപകമായ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് ജീവനക്കാർ. വാൻകൂവർ വിന്റർ ഒളിമ്പിക്സിന് എത്തിയ 3-അംഗ ഇന്ത്യൻ ടീമിന് വാൻകൂവറിലെ ഇന്ത്യൻ കൗൺസിലേറ്റ് സ്വീകരണം നൽകി. കൗൺസിലർ ജനറൽ ശ്രീ അശോക് ദാസ് സന്നിഹിതനായിരുന്നു. മറ്റുദ്യോഗസ്ഥരും ഇന്ത്യൻ കുടിയേറ്റ ജനതയുടെ പ്രതിനിധികളും പത്രപ്രവർത്തകരും മറ്റും പങ്കെടുത്ത ചടങ്ങിൽ കേരള കൾച്ചറൽ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ശ്രീ സുധീർ നായരും കൈരളി TV കാനഡയെ പ്രതിനിധീകരിച്ച് ശ്രീ കുമാർ വർമ്മ, ശ്രീ മോഹൻ നായർ എന്നിവരും പങ്കെടുത്തു.
ഇന്ത്യയുടെ 3 ഒളിമ്പിക്സ് ടീമിൽ ഒരാളായ ശിവകേശവൻ മലയാളിയാണ്. തുടർച്ചയായി അദ്ദേഹം പങ്കെടുക്കുന്ന 4ാമത്തെ ഒളിമ്പിക്സ് ആണിത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി തിരശ്ശീല വീണ ശീതകാല ഒളിമ്പിക്സ് കാനഡയ്ക്ക് അഭൂതപൂർവമായ നേട്ടങ്ങളാണ് നേടിക്കൊടുത്തത്. മൊത്തം മെഡൽ നിലയിൽ അമേരിക്കയാണ് ഒന്നാമതെത്തിയെങ്കിലും സ്വർണ്ണ മെഡൽ വേട്ടയിൽ 14 സ്വർണം നേടി കാനഡയ്ക്ക് ചരിത്രം തിരുത്തി എഴുതിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിന്റർ ഒളിമ്പിക്സ് സന്ദർശകർ വാൻകൂവറിൽ വൻതോതിൽ പണം ചെലവഴിച്ചതായി റിപ്പോർട്ട്. കാനഡയുടെ ദേശീയ വരികളിൽ ചെറിയ മാറ്റത്തിന് നീക്കം. വഞ്ചനയ്ക്കും അഴിമതിക്കും മുൻ ആരോഗ്യമന്ത്രിക്കെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കേസ്. സ്വന്തം കീശയിൽ നിന്നും ശമ്പളം കൊടുത്ത് നഴ്സുമാരെ നിലനിർത്താൻ തയ്യാറെന്ന് ഡോക്ടർമാർ. ഇന്ത്യൻ വിന്റർ ഒളിമ്പിക്സ് ടീമിന് ഇന്ത്യൻ കൗൺസിലേറ്റിൽ സ്വീകരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.